ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസ്. ഞാൻ ശ്രീലക്ഷ്മി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത്തവണ കഴിഞ്ഞ നമ്മുടെ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഭാഗമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ആ ഒരു 100 ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അത്രയും ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, അപ്പം ഇതിൻ്റെ നമുക്കൊരു സൈക്ലിക് പ്രോസസ് ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ചെയ്യാം. അതായത് ഫുൾ ക്വസ്റ്റ്യൻസും നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും അടുത്ത പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട്. ഓക്കെ, അപ്പം ഇത്തവണത്തെ എക്സാം ക്യാൻസൽ ചെയ്യുകയുണ്ടായി. ആദ്യത്തെ പാർട്ടിലും നമ്മളത് പറഞ്ഞതാണ്. അപ്പോൾ ആ ക്യാൻസൽ ചെയ്ത എക്സാമിനെ നിങ്ങൾ അതിനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ സാഡ് തിങ് ഫോർ യു. പക്ഷെ അതിനെ നമുക്ക് തന്നെ അതിനെ ഒരു ബ്ലെസ്ഡ് തിങ് ആക്കി മാറ്റാൻ സാധിക്കും. കാരണം ആ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് പ്ലസ് അതിന്റെ ഓപ്ഷൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ PB ഷെല്ലി എഡോണിയാസ് എന്ന് പറയുന്ന പോമിലൂടെ വർക്കിലൂടെ ലമെന്റ് ചെയ്യുന്നത് ആരുടെ ഡെത്തിനെ കുറിച്ചാണ് എന്നാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത്. നോക്കി, ക്വസ്റ്റ്യൻ എന്താണ് വന്നിരിക്കുന്നത്? PB ഷെല്ലീസ് എഡോണിയാസ് laments the death of. ആൻസർ വരുന്നത് എന്താണ്? കീറ്റ്സ് ആണ് അല്ലെ. കീറ്റ്സിന്റെ ഡെത്തിനെ കുറിച്ചാണ് ഇവിടെ ലമെന്റ് ചെയ്തിരിക്കുന്നത്. ജോൺ കീറ്റ്സ്. ഓക്കെ, ജോൺ കീറ്റ്സിന്റെ ഡെത്തിനെ കുറിച്ചാണ് ലമെന്റ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷനിൽ നമുക്ക് മേരി ഷെല്ലി, റോബർട്ട് ബൈറൺ, അതേപോലെ തന്നെ ലേഹണ്ട് അടക്കമുള്ള റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ശരിയുത്തരമായിട്ട് നമുക്ക് വരുന്നത് കീറ്റ്സ് ആണ്. ഓക്കെ, ഈ ഒരു ചോദ്യം നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടാവില്ല. കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. കാരണം പലപ്പോഴും നമ്മൾ തന്നെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എഡോണിയാസ് എന്ന് പറയുന്ന വർക്ക് ആക്ച്വലി പ്രിമച്ചർ ഡെത്ത് ഉണ്ടായ നമ്മുടെ കീറ്റ്സിന്റെ ഡെത്തിനെ ലമെന്റ് ചെയ്യുന്നതാണ് അല്ലെ. ഒരുപാട് ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയ ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ കീറ്റ്സ്. ആ ഒരു എക്സിസ്റ്റ് ചെയ്ത ടൈം പീരീഡിൽ മാക്സിമം കോൺട്രിബ്യൂഷൻസ് നടത്താനായിട്ടും കീറ്റ്സിന് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് മേരി ഷെല്ലി എന്ന റൈറ്റർ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. മേരി ഷെല്ലിയുടെ വേരിയസ് വർക്ക്സ് നിങ്ങളെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. എപ്പോഴും മേരി ഷെല്ലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റൈറ്റിംഗ് സ്റ്റൈൽ തന്നെയാണ്. ഓക്കെ, ഏത് വർക്ക് എടുത്താലും നമുക്ക് ആ ഒരു സ്റ്റൈൽ കാണാൻ സാധിക്കും, ഇൻക്ലൂഡിങ് ഫ്രാങ്കൻസ്റ്റീൻ. ഇനി അതേപോലെ തന്നെ നമ്മുടെ റോബർട്ട് ബൈറനെയും അതേപോലെ തന്നെ ലേ ഹണ്ടിനെയുമാണ് ഓപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും പല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. കാരണം എലിജീസിന്റെ പ്രാധാന്യം, ഓക്കെ, അതായത് നമ്മുടെ ചോദ്യ പേപ്പറിൽ എലിജീസിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്. ഓക്കെ, അതായത് എലിജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ എലിജി എന്ന് പറഞ്ഞാൽ ലാമെന്റിങ് ആണ് അല്ലെ. ലാമെന്റിങ് അല്ലെങ്കിൽ മോർണിംഗ് എന്നൊക്കെയുള്ള വാക്കുകൾ കൊണ്ട്, അതായത് ഒരു വിലാപത്തിന്റെ സ്വരം ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എലിജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എലിജികളാണ് നമുക്ക് ചോദ്യങ്ങളായിട്ട് പലപ്പോഴും വരുന്നത്. എൽജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് ആരുടെയാണ്? തോമസ് ഗ്രേ എന്ന റൈറ്ററിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആണ്. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആ ചോദ്യത്തിനെ മൊത്തത്തിൽ മനസ്സിലാക്കി പോവുക. ഇതിപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ കേസിലാണെങ്കിൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, ഇങ്ങനെ നമുക്ക് 10-15 ചോദ്യങ്ങൾ എല്ലാ നെറ്റ് പരീക്ഷയ്ക്കും ഉണ്ടാവും. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, എല്ലാ കുട്ടികൾക്കും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ചോദ്യങ്ങൾ. ഇനി ഇതിന് പുറമെയാണ് അല്ലാത്ത ചോദ്യങ്ങൾ നമുക്ക് വരുന്നത്. അതായത് കുറച്ച് കോംപ്ലക്സ് ആയിട്ട് കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചിട്ട് വരുന്നവർക്ക് ആൻസർ ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങൾ അങ്ങനെയും എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം ക്ലിയർ ആണല്ലോ. ഈ ഒരു ചോദ്യത്തിൽ നിന്നും ചോദിക്കാവുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. അതുപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നൊക്കെയുള്ള പ്രത്യേകതകളും ഇതിനുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പരിഗണിക്കാം. പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഹു കോയിൻ ദ ടേം ഫാലോഗോസെൻട്രിക്? ഫാലോഗോസെൻട്രിക് എന്ന് പറയുന്ന ടേം ആരാണ് കോയിൻ ചെയ്തിരിക്കുന്നതെന്നാണ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കി, ലൂസ് ഇറിഗ്രേ, ജാക്വസ് ഡെറീഡ, ജാക്വസ് ലക്കാൻ, അതേപോലെ തന്നെ നമ്മുടെ സിഗ്മണ്ട് ഫ്രൂയിഡ്. ഇതിൽ ആരാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഐഡിയ കോയിൻ ചെയ്തത്, അല്ലെങ്കിൽ ഈ ടേം കോയിൻ ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇതിനകത്തില് ലൂയിസ് ഇറിഗെ എന്ന് പറയുന്ന റൈറ്ററിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്രിട്ടിക്കം റൈറ്ററിനെ നിങ്ങൾക്ക് കാണാം. ഡെറീഡ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ഡെറീഡയാണ് ശരി ഉത്തരവും വരുന്നത് അല്ലെ. ഡെറീഡയാണ് കറക്റ്റ് ആൻസറും വരുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മുടെ ലക്കാനെ കുറിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലക്കാനെ കുറിച്ച് എന്താ അറിയാവുന്നത്? മിറർ സ്റ്റേജ് അല്ലെ. മിറർ സ്റ്റേജ് എന്ന ഐഡിയയെ കുറിച്ച് പറഞ്ഞത് ലക്കാനാണ്. മിറർ സ്റ്റേജ് ഇതിനകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഒരു കുട്ടി മിറർ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന സമയത്താണ് അത് മനസ്സിലാക്കുന്നത് അതിന്റെ ബോഡി, അതായത് അതിന്റെ സെൽഫ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണെന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, സെൽഫ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആണെന്ന് കുട്ടി മനസ്സിലാക്കുന്നത് ഈ സമയത്താണ്. ഓക്കെ, എന്താണ് സെൽഫ്? ആ കുട്ടിയുടെ സെൽഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ബോഡി എന്ന് പറയുന്നത് അമ്മയുടെ ബോഡിയിൽ നിന്നും ഡിഫറെന്റ് ആണ്, അതൊരു സെപ്പറേറ്റ് ബീയിങ് ആണ് എന്നൊക്കെയുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് ഈ സമയത്താണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഡെറീഡ സൈൻ ആൻഡ് പ്ലേ എന്നൊക്കെയുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡെറീഡയുടെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ്റെ ഉള്ള എക്സാമ്പിളാണ് ഡീകൺസ്ട്രക്ഷൻ.
ഡീകൺസ്ട്രക്ഷൻ. ഇനി ലെക്കാനെ കുറിച്ചാണ് നമ്മൾ ചെക്ക് ചെയ്തത് അല്ലെ, മിറർ സ്റ്റേജ് അടക്കമുള്ള കോൺട്രിബ്യൂഷൻസ്. ഇനി സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രോയിഡിന്റെ ഒരുപാട് ഐഡിയാസ് നമുക്കറിയാം. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പം ഫ്രോയിഡിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഇതിലേതിനെയാണ് നമ്മൾ പോലീസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്? പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ അറസ്റ്റിംഗ് ഫോഴ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഈഗോയെയാണേ. ഇതെന്ന് പറഞ്ഞാൽ ഇത് പ്ലഷർ ആണ്. ഓക്കെ, പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ അപ്പൊ തന്നെ അത് വേണം, അത് നേടിയെടുത്തേ സാധിക്കൂ എന്നുള്ള ഒരു പോയിന്റ് ആണ് ഇത് പറയുന്നത്. പക്ഷേ ഈഗോ അങ്ങനെയല്ല. ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി ബേസ്ഡ് ആണ്. അതായത് ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ശരിക്കും അത് എന്താണ്, എന്തൊരു പിക്ചർ ആയിരിക്കും നമ്മളെ കുറിച്ച് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ വളരെയധികം യുക്തിയോടുകൂടി ചിന്തിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് ഈഗോ ആണ്. ഇനി സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി നമ്മുടെ മൊറാലിറ്റിയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും അല്ലെ. സമൂഹം നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കും, നമ്മൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് നമ്മളെ കുറിച്ച് എന്ത് പിക്ചർ ആയിരിക്കും കിട്ടുന്നത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ ഡിസിഷൻ മേക്കിങ്ങിൽ പിന്നിലോട്ട് വലിക്കുന്ന കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ആയിട്ട് ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന നമ്മുടെ സൂപ്പർ ഈഗോ വരുന്നത്. അപ്പം ഇതായാലും ഒരുപാടായി കഴിഞ്ഞാൽ അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കും. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് പറഞ്ഞ് തീരുമാനങ്ങൾ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോറൽ വാല്യൂസിലേക്ക് ഒരുപാട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓൾസോ മേക്ക് അസ് എന്താണ് പാസീവ്, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം പ്രൊക്കാസ്റ്റിനേഷൻ, കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഉള്ള കാര്യങ്ങൾ ചെയ്യാതെ മാറ്റിവെക്കുന്ന ഒരു പ്രവണതയിലേക്ക് അത് മാറും. ഇനി അതേപോലെ തന്നെ ഏറ്റവും ആക്റ്റീവ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഈഗോ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റ്സും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്ന ആളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പൊ ഫാലോഗോ സെൻട്രിക് എന്ന് പറയുന്ന ഐഡിയ ഡെറിഡയുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്. അടുത്ത നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ ടെക്സ്റ്റ് ഫ്രം വിച്ച് ദ ഫോളോവിങ് ദിസ് ഹാവ് ബീൻ ടേക്കൺ. ഓക്കെ, ഫോളോവിങ് ഐഡിയാസ് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? Therefore compare we the poet with the historian and with the moral philosopher, and if he go beyond them both, no other skill can match him. Okay, ചോദ്യം എന്താണ്? Therefore compare we the poet with the historian and with the moral philosopher, and if he go beyond them both, no other skill can match him. ഓക്കെ, ഇങ്ങനെ ഒരു ഐഡിയ എടുത്തിരിക്കുന്നത് ഏത് ടെക്സ്റ്റിൽ നിന്നാണ് എന്നാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. പ്രിഫേഴ്സ് ടു ഷേക്സ്പിയർ, എസ്സേ ഓൺ മാൻ, എസ്സേ ഓൺ ക്രിറ്റിസിസം, അതേപോലെ തന്നെ ഡിഫൻസ് ഓഫ് പോയസി. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ ഏതിലാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്? അതായത് therefore compare we the poet with historian, we the poet with historian and with the moral philosopher. ആക്ച്വലി നമ്മളൊരു പോയിറ്റിനെ പല ഐഡിയാസിലേക്കാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. ഗൈഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്, നമ്മുടെ ഒരു മോട്ടിവേറ്റർ ആയിട്ട്, നമ്മുടെ ഒരു ടോർച്ച് ബിയറർ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മുടെ ഒരു ഡിസിഷൻ മേക്കർ ആയിട്ട് നമ്മൾ പോയിറ്റിനെ കമ്പയർ ചെയ്യാറുണ്ട്, നമ്മുടെ ബ്രദറായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. പല പൊസിഷൻസാണ് നമ്മൾ ഈ ഒരു പോയിറ്റിന് ബെസ്റ്റ് ഓൺ ചെയ്തിരിക്കുന്നത് അല്ലെ. അങ്ങനെ പല പൊസിഷൻസ് ബെസ്റ്റ് ഓൺ ചെയ്തിരിക്കുന്ന പോയിറ്റിനെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇഫ് ഹി ഗോ ബിയോണ്ട് ദം ബോത്ത്, നോ അതർ സ്കിൽ ക്യാൻ മാച്ച് ഹിം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വേരിയസ് ഡൈവേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തിരിക്കുന്ന ഒരാളാണ് ഒരു പോയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ഫൈനൽ ലൈൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ഹി ഗോ ബിയോണ്ട് ദം, നോ അതർ സ്കിൽ ക്യാൻ മാച്ച് ഹിം. ഇല്ലേ? അപ്പോൾ ഒരു പോയിറ്റിനെ സംബന്ധിച്ചിടത്തോളം പോയിറ്റിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ഒന്നൊരു ഫിലോസഫർ ആണെന്നുള്ളതും മറ്റൊരെണ്ണം ഒരു ഹിസ്റ്റോറിയൻ ആണെന്നുള്ളതും. ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? ഇല്ലേ? ഒരു ഹിസ്റ്റോറിയൻ ആണ്, അതേപോലെ തന്നെ ഒരു മോറൽ ഫിലോസഫർ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു പോയിന്റ് വന്നിരിക്കുന്നത് ഡിഫൻസ് ഓഫ് പോയസി എന്ന് പറയുന്ന വർക്കിലാണ്. എവിടെയാണ്? ഡിഫൻസ് ഓഫ് പോയസി. പ്രിഫേഴ്സ് ടു ഷേക്സ്പിയർ, എസ്സേ ഓൺ മാൻ, എസ്സേ ഓൺ ക്രിറ്റിസിസം, അതേപോലെ തന്നെ ഡിഫൻസ് ഓഫ് പോയസി. ഇതൊക്കെ തന്നെ പോപ്പുലർ ആയിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള വർക്കുകളായിരിക്കും. ഇനി അതേപോലെ തന്നെ റീസെന്റ് ആയിട്ട് തന്നെ ചോദിച്ച ഒരു വർക്കാണ് കൾച്ചർ ആൻഡ് അനാർക്കി. കൾച്ചർ ആൻഡ് അനാർക്കി ആൻസർ ചെയ്യാൻ സാധിക്കുമോ? കൾച്ചർ ആൻഡ് അനാർക്കി ആരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു എന്ന്? കൾച്ചർ ആൻഡ് അനാർക്കി ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. കൾച്ചർ ആൻഡ് അനാർക്കി ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? ഓക്കെ, ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ കണ്ടെത്തി ആൻസർ ചെയ്യേണ്ട ഒരു ചോദ്യമായിട്ട് നമുക്ക് അതിനെ പരിഗണിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻസർ നിങ്ങൾക്ക് അറിയാം. വിക്ടോറിയൻ ടൈം പീരീഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിറ്റിക് കൂടെയായ നമ്മുടെ അർണോൾഡിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, മാത്യു അർണോൾഡിന്റെ കൾച്ചർ ആൻഡ് അനാർക്കി.
അടുത്തത് മാച്ച് ചെയ്യാനായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1നെ നമ്മൾ ലിസ്റ്റ് 2-ലുള്ള കറക്റ്റ് ആൻസറുമായിട്ട് മാച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, ലിസ്റ്റ് 1-ൽ ടേമും കോൺസെപ്റ്റും ആണ് കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റ് 2-ൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ആര് ഇൻവെന്റ് ചെയ്തു, ആര് കോയിൻ ചെയ്തു എന്നുള്ള ഐഡിയ ആണ്. ഓക്കെ, അപ്പൊ ലിസ്റ്റ് 1-ൽ ടേമും കോൺസെപ്റ്റും ഉണ്ട്. ലിസ്റ്റ് 2-ൽ നമുക്ക് ഹൂ ഇൻവെന്റഡ് ഓർ കോയിൻഡ് ദിസ് ഐഡിയ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പരീക്ഷ കഴിഞ്ഞിട്ട് ഇപ്പോൾ ദിവസങ്ങളായി നമുക്കറിയാം. എന്നാൽ നിങ്ങൾ പലർക്കും അതിന്റെ ആൻസർ കീ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ആ ഒരു ചോദ്യത്തിൽ നിന്നും ഇനി എന്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇനി ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് വരുമോ എന്നൊക്കെ നമ്മളൊന്ന് അവലോകനം ചെയ്യുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ ആര് ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയാലും അതൊക്കെ കാണുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ എന്തെങ്കിലുമൊക്കെ തന്നെ മീൻസ് മിസ്റ്റേക്സ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് റെക്ടിഫൈ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വീഡിയോസിലും നമുക്ക് ഷോർട്ട് എറേഴ്സ് ഒക്കെ കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ അതൊക്കെ റെക്ടിഫൈ ചെയ്യാം. ഓക്കെ, അതായത് ഒരു സ്റ്റുഡൻറ് എന്ന നിലയിൽ നമുക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇനി അതേപോലെ തന്നെ ഈ ഒരു ചോദ്യത്തിൽ നിന്നും ഇനി എന്ത് ചോദിക്കാം എന്നുള്ള പോയിന്റും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പൊ നോക്കി, ഒബ്ജക്റ്റിവിസം, പത്തറ്റിക് ഫാലസി, സ്പ്രങ് റിതം, അതേപോലെ തന്നെ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഫീലിംഗ്. ഓക്കെ, ഇതിൽ എനിക്ക് തോന്നുന്നു പലർക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് സ്പ്രങ് റിതവും നമ്മുടെ ഹോപ്കിൻസും ആയിരിക്കും അല്ലെ. സ്പ്രങ് റിതത്തിനെ നേരെ ഹോപ്കിൻസിലേക്ക് മാച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടായി കാണും. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും നമ്മൾ കറക്റ്റ് ആൻസറുമായിട്ട് ഇതിനെ മാച്ച് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് പറ്റും. അതായത് ഒബ്ജക്റ്റിവിസത്തിനെ നമ്മൾ മാച്ച് ചെയ്യാനായിട്ട് പോകുന്നത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിവിസം ഇവിടേക്ക് വരും അല്ലെ. ഒബ്ജക്റ്റിവിസം വില്യം കാർലോസ് വില്യംസ് A3 അതാണ് ശരിയായിട്ട് വരുന്നത്. ഇനി അതേപോലെ തന്നെ ബി പത്തറ്റിക് ഫാലക്സിയെ നമുക്ക് റസ്കിനുമായിട്ട് മാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വരുന്നത് സ്പ്രങ് റിതമാണ്. ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല, അത് വരുന്നത് ഹോപ്കിൻസും ആയിട്ടാണ്. ഇനി അതേപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ഫീലിംഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ റേമണ്ട് വില്യംസ് പറഞ്ഞിട്ടുള്ള ഐഡിയ ആണ്. ഇങ്ങനെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരി ഉത്തരമായിട്ട് ഓപ്ഷൻ ഡി കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ 4 എന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നിങ്ങളുടെ അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഈ ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ടിക്ക് ചെയ്ത് പോവുക. ഓക്കെ, അതേപോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിൽ തന്നെ അല്ലെങ്കിൽ അതുമായിട്ട് നിങ്ങളൊരു പേപ്പറൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താണ് ഇനി ഇതിൽ നിന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇതിനകത്ത് നിന്ന് ഇനി ഏതെങ്കിലും ഫർദർ ചോദിക്കാൻ പോസിബിലിറ്റി ഉണ്ടോ എന്നൊക്കെയുള്ള പോയിന്റ്സും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നമുക്കിനി ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കിയാലോ. ഉത്തരം കിട്ടി. അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനെ നമ്മളൊന്ന് എക്സാമിൻ ചെയ്യാനായിട്ട് പോവാം. ഒബ്ജക്റ്റിവിസം എന്ന ഐഡിയ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ. ഒബ്ജക്റ്റിവിസവും സബ്ജക്റ്റിവിസവും നമ്മളെപ്പോഴും പാരലൽസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഐഡിയാസ് ആണ്. ഒന്ന് ഒബ്ജക്റ്റിവിസം, ഒന്ന് സബ്ജക്റ്റിവിസം. ഇപ്പോൾ ഒബ്ജക്റ്റീവ് ഔട്ട്ലുക്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ മിക്കപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ആയാലും ഇൻ ബിറ്റ്വീൻ പറയുന്നതായിട്ടുള്ള ഐഡിയാസ് ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ പതറ്റിക് ഫാലസിയെ കുറിച്ച് പറയുന്നുണ്ട്. പതറ്റിക് ഫാലസി എന്ന് പറയുമ്പോഴും അതേപോലെ തന്നെ നമ്മുടെ അഫക്റ്റീവ് ഫാലസി, ഇതൊക്കെ തന്നെ നമുക്കൊരു വർക്ക് വായിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള എമേർജ്ഡ് ഫീലിങ്സ് ആണ് അല്ലേ. പലപ്പോഴും നമുക്ക് പതറ്റിക് ഫാലസി, അഫക്റ്റീവ് ഫാലസി അടക്കമുള്ള ഒരു സ്റ്റേജ് നമുക്ക് ഉണ്ടാകാറുണ്ട്. ദീസ് ഓൾ ആർ ആക്ച്വലി ദ ഫീലിങ്സ് എ റിയൽ റീഡർ ഫെൽറ്റ്. ഒരു റിയൽ റീഡർ ഫെൽറ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി സ്പ്രങ് റിതം എന്ന ഐഡിയ നമ്മുടെ ഹോപ്കിൻസ് ആണ് പോപ്പുലറൈസ് ചെയ്തത്. ഹോപ്കിൻസ് കൊണ്ടുവന്ന സ്പ്രങ് റിതം പിന്നീട് പല റൈറ്റേഴ്സും അവരുടെ വർക്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പല റൈറ്റേഴ്സും അവരുടെ വർക്ക്സിൽ ഈ പറയുന്ന സ്പ്രങ് റിതത്തിനെ കൂടുതൽ മനസ്സിലാക്കി അല്ലെങ്കിൽ കൂടുതൽ അനലൈസ് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഹോപ്കിൻസുമായിട്ട് ബേസ് ചെയ്ത് ചിലപ്പോൾ കേർട്ടിൽ സോണറ്റ് ചോദിക്കാനും പോസിബിലിറ്റി ഉണ്ട്. CURTAL കേർട്ടിൽ സോണറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നതും ഹോപ്കിൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഒരു റൈറ്ററിൽ നിന്ന് തന്നെ എപ്പോഴും സെയിം ചോദ്യം സ്പ്രങ് റിതം തന്നെ ചോദിക്കണം എന്നില്ല, മറ്റ് ക്വസ്റ്റ്യൻസ് വരാനും പോസിബിലിറ്റി ഉണ്ട്. ഇനി അതേപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ഫീലിംഗ്സ് എന്ന് പറയുന്നത് റേമണ്ട് വില്യംസിന്റെ ഒരു ഐഡിയ ആണ്. ഇനി അതേപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ഫീലിംഗ്സിനെ പോലെ തന്നെ ചോദ്യമായിട്ട് എപ്പോഴും കാണാറുള്ളതാണ് ഇമാജിനേഷൻ. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇമാജിനേഷനെ കുറിച്ച് തിയറീസ് പോസ്റ്റുലേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണെന്ന്, ആ ഒരു ഐഡിയ ബേസ് ചെയ്തിട്ട് തിയറീസ് പോസ്റ്റുലേറ്റ് ചെയ്തിട്ടുള്ളത് ST കോളറിഡ്ജ് ആണെന്ന് ഓർക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പറയുന്നത് A1 B2 C4 D3 ആണ്. ഓപ്ഷൻ
ബി പറയുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് വൺ പറയുന്നത് A2 B3 C1 D4 ആണ്. അടുത്തതിൽ A4 B2 C3 D1 ഉണ്ട്. ആൻഡ് പിന്നീട് നമ്മൾ കാണുന്നത് A3 B1 C2 D4 ആണ്. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നതും അത് തന്നെയാണ്. ഓക്കെ, A3 B1 C2 D4. അഞ്ചാമത്തെ ചോദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം. The poem O Captain, My Captain is a tribute to. O Captain, My Captain. ഇത് ആർക്ക് വേണ്ടിയുള്ള ഒരു ട്രിബ്യൂട്ട് ആണ് എന്നാണ് ചോദ്യം. ഓക്കെ, O Captain, My Captain. പലപ്പോഴും ഈ ഒരു ഐഡിയയുമായിട്ട് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പം ഓ ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് എത്തുന്ന ഒരു വേർഡാണ് വോയേജ് എന്ന് പറയുന്നത്, അല്ലെ? വോയേജ്. എന്താ ഈ വോയേജ് എന്ന് പറഞ്ഞാൽ? What do you mean by voyage? An expedition through sea. കടൽ മാർഗം നമ്മൾ നടത്തുന്ന ഒരു അഡ്വഞ്ചറസ് ട്രിപ്പിനെ നമുക്കൊരു വോയേജ് എന്ന് വിളിക്കാൻ സാധിക്കും, അല്ലേ? വോയേജ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ എവറിവെയർ ബട്ട് നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്നുള്ള ഐഡിയ ഒക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നമ്മുടെ ലൈൻസ് ഒക്കെ വരുന്ന ഫേമസ് ആയിട്ടുള്ള വർക്ക്, അല്ലേ? ഏതാണ്? റൈം ഓഫ് ദ ഏൻഷ്യൻ മറൈനർ. റൈം ഓഫ് ദ ഏൻഷ്യന്റ് മറൈനർ. ഇത് എഴുതിയത് ആരാ? റൈം ഓഫ് ദ ഏൻഷ്യന്റ് മറൈനർ S.T. കോളറിഡ്ജ് ആണ് കേട്ടോ. S.T. കോളറിഡ്ജിന്റെ വർക്കാണ് റൈം ഓഫ് ദ ഏൻഷ്യന്റ് മറൈനർ. അപ്പൊ അതെ, ക്യാപ്റ്റൻ എന്ന ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ നമ്മളിലേക്ക് എന്തോരം പോയിന്റ്സ് എത്തി, അല്ലേ? ജസ്റ്റ് നമ്മൾ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ രണ്ട് വേർഡ്സേ കേട്ടുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ റിക്കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. ഇനി ഹേർട്ട് ഓഫ് ഡാർക്ക്നെസ് ആരാ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ ആൻസർ ഉണ്ടാവണം, ജോസഫ് കോൺറാഡ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ലിറ്ററേച്ചറിൽ എന്തൊക്കെ നിങ്ങൾക്ക് അറിയാമോ അതൊക്കെ അവിടേക്ക് കൊണ്ടുവന്ന് കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഒതുങ്ങുന്ന രീതി ചെയ്യാൻ പാടില്ല. കാരണം നെറ്റ് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ പഠിച്ചു വരുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഓക്കെ, അതായത് ഇത്രത്തോളം എന്തെങ്കിലും ഒരു ചെറിയ ടേം കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് 10 മിനിറ്റിൽ കുറയാതെ അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടാവും കുട്ടികൾക്ക്. അത്രത്തോളം അവർ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നെറ്റ് എക്സാം പോലെ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അത് അത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം ആയിട്ട് തന്നെ അവശേഷിക്കും. കാരണം നമ്മൾ ഓരോ വർഷവും പോയി പരീക്ഷ എഴുതും, പരീക്ഷയുടെ ആ വർഷത്തെ ചോദ്യം നോക്കും, പിറ്റേ പരീക്ഷയ്ക്ക് വീണ്ടും പോകും. ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നോളജ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിപ്പോകും. ഒരു 40% മാത്രം പഠിച്ചിട്ടാണ് നമ്മൾ നെറ്റ് പരീക്ഷയ്ക്ക് പോകുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അല്ലാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 75-80% എത്താനായിട്ട് സാധിക്കും. ആൻഡ് വീണ്ടും നമുക്കൊരു 20% അവിടെ എക്സിസ്റ്റ് ചെയ്യും. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ അവസാന സമയത്തായാലും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെയാണ്. പരീക്ഷ എടുക്കുന്ന സമയത്തും കൂടുതൽ ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. ആ ഒരു പരീക്ഷയ്ക്ക് മുൻപൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്, അല്ലേ? സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻസിനാണ്. ഓക്കെ, അപ്പോൾ നോക്കി, എബ്രഹാം ലിങ്കൺ, എമിലി ഡിക്കിൻസൺ, ജോർജ് വാഷിങ്ടൺ, വോൾട്ട് വിറ്റ്മാൻസ് ബ്രദർ. ഓക്കെ, ആർക്ക് വേണ്ടിയാണ് ഇത് വോൾട്ട് വിറ്റ്മാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അത് നമ്മുടെ എബ്രഹാം ലിങ്കണ് വേണ്ടിയാണ്. ആർക്ക് വേണ്ടിയാണ്? എബ്രഹാം ലിങ്കണ് വേണ്ടിയാണ്. ഓക്കെ, ലൈലാക്സ് ഫ്ലവേഴ്സിനെ കുറിച്ചുള്ള റെഫറൻസ് വരുന്നതും നമ്മുടെ ലിങ്കണ് വേണ്ടിയുള്ള പോമിലാണ്, ലൈലാക്സ്. ഓക്കെ, അപ്പൊ ഇപ്പതേ നമ്മുടെ സിലബസിലാണെങ്കിൽ ഡ്രാമ, രണ്ടാമത് നമുക്ക് വരുന്നത് പോയിട്രി ആണ്, അല്ലേ? അപ്പം യൂണിറ്റ് 2 ആണ് നമുക്ക് വരുന്നത്. യൂണിറ്റ് 2ൽ നിന്നുള്ള ചോദ്യമാണ് ഇത് യൂണിറ്റ് 2. അപ്പം ഓരോ ചോദ്യം വരുമ്പോഴും ഏത് യൂണിറ്റിൽ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഏത് യൂണിറ്റിൽ നിന്നായിരിക്കും ഈ ചോദ്യം വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. ഏതൊക്കെയാണ് നമുക്ക് യൂണിറ്റുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്? യൂണിറ്റുകൾ ഏതൊക്കെയാ? അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അതാ, അല്ലേ? ഡ്രാമ, പോയട്രി, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, അതിനുശേഷം ലാംഗ്വേജ് ആണ് നമുക്ക് 5ാമത്തെ യൂണിറ്റിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇന്ത്യൻ ലിറ്ററേച്ചറിനൊക്കെ ഫോക്കസ് കൊടുക്കുന്ന 6ാമത്തെ യൂണിറ്റ് കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് വരുന്നത് കൂടുതലും നമ്മുടെ കൾച്ചറൽ സ്റ്റഡീസുമായിട്ടുള്ള, അല്ലേ? കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അതിനുശേഷമാണ് നമുക്ക് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്ന ഐഡിയ വരുന്നത്. പിന്നെ പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് സമയത്തുള്ള തിയറിയാണ് വരുന്നത്. അവസാനമാണ് നമുക്ക് റിസർച്ച് വരുന്നത്, ഇംഗ്ലീഷിലെ റിസർച്ച്.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നെറ്റ് എക്സാമിന് പഠിക്കുന്ന വിദ്യാർത്ഥി കവർ ചെയ്യുന്ന ഐഡിയാസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് എന്തൊക്കെ അറിയാമെന്ന് എപ്പോഴും ചെക്ക് ചെയ്ത് പോവാം. നമ്മളിപ്പോ കണ്ടത് എന്താ, ഒറ്റ വാക്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നെറ്റ് എക്സാമിന്റെ നെറ്റ് ഇംഗ്ലീഷിന്റെ സിലബസ് പറഞ്ഞു തീർക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ സിലബസിൽ. പക്ഷേ ഇതിൽ നിന്ന് ഒരുപാട് നമ്മൾ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം. കാരണം നെറ്റ് എക്സാം ഇംഗ്ലീഷ് സബ്ജക്ട്സിലൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് നേടിയെടുക്കാൻ പറ്റും. അത് ഒരിക്കലും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്ക് ആയിട്ട് മാറില്ല. ദിവസവും പഠിക്കുക, എന്നും നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും ടൈം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എബ്രഹാം ലിങ്കന്റെ വർക്കാണ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഓക്കെ, ലിസ്റ്റ് 1നെയും ലിസ്റ്റ് 2നെയും കൂടെ നമ്മൾ മാച്ച് ചെയ്യാൻ പോവാം. അപ്പൊ അതേ നോക്കി, ലിസ്റ്റ് 1ൽ പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റുകളുടെ പേരാണ്. രണ്ടാമതായിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ആര് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ള ഐഡിയ ആണ്. ഓക്കെ, കെന, ഇസ, കഥ ആൻഡ് മുണ്ടക ഉപനിഷത്സ് 1830s രാമായണ 1870 to 75 ടൈം പീരീഡിൽ ആര് ട്രാൻസ്ലേറ്റ് ചെയ്തു? മഹാഭാരത 7 വോളിയംസ് ഉണ്ട്. 1895 മുതലുള്ള ആ ഒരു മഹാഭാരത 7 വോളിയംസ് ആരാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്? ഭഗവത്ഗീത. ഓക്കെ, ഭഗവത്ഗീതയുടെ ആ ഒരു ട്രാൻസ്ലേഷൻ 1785 നടത്തിയത് ആരാണ്? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. അപ്പൊ ടെക്സ്റ്റും ട്രാൻസ്ലേഷൻസും ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ ടെക്സ്റ്റും റൈറ്റേഴ്സും അല്ല അല്ലെ. സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നത് റൈറ്റേഴ്സിനെയാണ്, പക്ഷെ ഇവിടെ റൈറ്റേഴ്സിനെ അല്ല ചോദിച്ചിരിക്കുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണെന്നാണ്. ഗ്രേറ്റ് എപ്പിക്സ് ഒക്കെ തന്നിട്ടാണ് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ പേര് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എപ്പിക്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഈ എപ്പിക്കുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കിയാലോ, 1 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റാൽഫ് ടി എച്ച് ഗ്രിഫിത്ത് ആണ്. മന്മഥനാഥ് ദത്ത് ഉണ്ട്, അതുപോലെ തന്നെ ചാൾസ് വിൽക്കിൻസ് ഉണ്ട്, റാം മോഹൻ റായ് ഉണ്ട്. ഇതിൽ ആരാണ് ഈ ട്രാൻസ്ലേഷൻസ് ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തണം. നോക്കിയാലോ, കെന, ഇസ, കഥ, മുണ്ടക ആക്ച്വലി നമ്മുടെ റാം മോഹൻ റോയുടെ ട്രാൻസ്ലേഷൻ ആണ്. ആരുടെയാണ്? റാം മോഹൻ റോയ്. അടുത്ത നോക്കി, രാമായണ ട്രാൻസ്ലേഷൻ നടത്തിയിരിക്കുന്നത് റാൽഫ് ടി എച്ച് ഗ്രിനിത്ത് ആണ്. ഓക്കെ, അതുപോലെ തന്നെ സി നമുക്ക് വരുന്നത് മഹാഭാരത ആണ് അല്ലെ. മഹാഭാരത ആക്ച്വലി നമ്മുടെ മന്മഥനാഥ് ദത്ത് ആണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഭഗവത്ഗീത ചാൾസ് വിൽക്കിൻസ് ആണ്. ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്താലാണ് കറക്റ്റ് ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചിട്ട് പോകുന്നത് ബുക്കും അതിന്റെ റൈറ്റേഴ്സിനെയാണ്. പക്ഷെ ഇത്തവണ ദേ ചോദിച്ചത് ബുക്കും അതിന്റെ ട്രാൻസ്ലേറ്റേഴ്സിനെയുമാണ്. ആരാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോരാത്തതിന് എപ്പിക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. രാമായണ, മഹാഭാരത പോലെയുള്ള എപ്പിക്കുകളെ കുറിച്ചാണ്, ഭഗവത്ഗീത അടക്കമുള്ള എപ്പിക്സിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് ചോദ്യം വന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ ഏതൊക്കെയായിരുന്നു ഉള്ളത്? A1, B2, C3, D4. അതല്ലെന്ന് നമുക്ക് ഇവിടുന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഫസ്റ്റ് വൺ തന്നെ A4 ആണ് വരുന്നത് അല്ലെ. ഇനി അതേപോലെ തന്നെ ഈ ലാസ്റ്റ് ഓപ്ഷനും നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഓപ്ഷനിലും A1 തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് ആൻഡ് തേർഡ് ഓപ്ഷൻ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതായത് നമ്മുടെ രാമായണ തേർഡ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ മന്മഥനാഥ് ദത്താണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. പക്ഷെ ശരിയായിട്ടുള്ള ഉത്തരം റാൽഫ് ടി എച്ച് ഗ്രിഫിത്ത് ആണ് അല്ലെ. സോ അങ്ങനെ നമുക്ക് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1-2 നമുക്ക് അറിയാമെങ്കിൽ ബാക്കി നമുക്ക് ഗസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. 3 അറിയാമെങ്കിൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് 4th വണ്ണിന്റെ ആൻസർ ഗസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയയാണ് ഈ ടെക്സ്റ്റും ട്രാൻസ്ലേഷനും നോക്കിയിട്ട് പോകണം. 2-3 ചോദ്യങ്ങളാണ് എല്ലാ വർഷവും അപ്പിയർ ചെയ്യുന്നത്. നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയ്ക്കും ട്രാൻസ്ലേഷനിൽ നിന്നും ചോദ്യം ഉണ്ടായിരുന്നു. ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സിലബസിൽ തന്നിട്ടില്ലാന്നേ ഉള്ളൂ. ഓഫ് കോഴ്സ്, പക്ഷെ അതിൽ നിന്നും ചോദ്യങ്ങൾ വരും. ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്നാണ് ആ ഒരു ഏരിയയുടെ പേര്. നോട്ട് ചെയ്ത് വെച്ചോണം, ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്. ഇതിൽ എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിക്കുകൾ തന്നെ ആദ്യം നോക്കുക. ഇപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ബേസിൽ തന്നെ മനസ്സിലായി കാണുമല്ലോ, എപ്പിക്കുകൾ നോക്കി പോവാം. ഈ എപ്പിക്സ് ഒക്കെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇനി അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഈ ബൈബിൾ ട്രാൻസ്ലേഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കത്തില്ലേ? ബൈബിളിന്റെ ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേഷൻസ് നടത്തിയിട്ടുള്ളതാണ് ആരാണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ തവണ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള, വേരിയസ് ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ബുക്ക് ഏതാണ്? ആ സമയത്തൊക്കെ നമ്മൾ ബൈബിൾ ആൻസർ ആയിട്ട് പറയാം അല്ലെ. സോ അതേപോലെ തന്നെ ബാക്കി എപ്പിക്കുകളും നോക്കി പോകണം. കാരണം എപ്പിക്കിൽ നിന്നും ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം
ഇതിനെ നമുക്ക് പല യൂണിറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് കൾച്ചറൽ സ്റ്റഡീസിൽ നിന്നുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിലെ റിസർച്ച്, ഇംഗ്ലീഷ് റിസർച്ചിൽ നിന്നുള്ള ഒരു ചോദ്യമായിട്ട് ഇതിനെ പരിഗണിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള യൂണിറ്റുകളുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ്, അതിൻ്റെ ട്രാൻസ്ലേഷൻസ്. അപ്പം ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്നും നമുക്ക് എന്താണ്, ടെക്സ്റ്റിൽ നിന്ന് ചോദ്യം വന്നു, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പോയത്തിൽ നിന്ന് ഒരു പോം എഴുതിയത് ആരാണ്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദ്യം വന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടേംസും അത് ആര് കോയിൻ ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് അപ്പിയർ ചെയ്തായിരുന്നു. ഇനി അതേപോലെ തന്നെ ബുക്കിൽ നിന്നും, അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഐഡിയ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്, അത് ഡിഫൻസ് ഓഫ് പോയസി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചോദ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഫാലഗോസെൻട്രിക് എന്ന് പറയുന്ന ടേം ആരാണ് കോയിൻ ചെയ്തിരിക്കുന്നത്, അത് നമ്മുടെ ഡെറീഡയാണ് കോയിൻ ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ അഡോണിയാസ് എന്ന് പറയുന്ന പോമിൽ ആർക്ക് വേണ്ടിയാണ് ഒരു ലാമെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം എലിജികളിൽ നിന്നും ചോദ്യങ്ങൾ വരാറില്ലേ, ഇതിനെ നമുക്ക് എലിജീസിൽ നിന്നുള്ള ചോദ്യമായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇത് നമ്മുടെ യൂണിറ്റ് 2-ൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചോണം. യൂണിറ്റ് 2 പോയട്രി ആണ് അഡോണിയാസ്, യൂണിറ്റ് 2 പോയട്രി. ഓക്കെ, അപ്പം ഇങ്ങനെ ഏത് യൂണിറ്റിൽ നിന്ന് ചോദിച്ചു എന്നുള്ള രീതിയിലും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദിവസവും നിങ്ങൾ 10 ക്വസ്റ്റിനെ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ 10 ക്വസ്റ്റ്യൻ ഏത് യൂണിറ്റിൽ നിന്ന് വന്നു. 10 യൂണിറ്റുകളല്ലേ ഉള്ളൂ, യൂണിറ്റിന്റെ പേര് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഏത് യൂണിറ്റിൽ നിന്നാണ്, പോയിട്രി ആണോ, പ്രോസ് ആണോ, ഡ്രാമയാണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഏത് യൂണിറ്റിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ യൂണിറ്റിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ തന്നെ പഠിച്ചു പോവുക. കൃത്യമായിട്ട് ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യുക, അതിൻ്റെ ഉത്തരം മാത്രം പഠിച്ചു വെക്കരുത്. ഈ ഒരു ഓപ്ഷൻസിനെ കൂടെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത എക്സാമിന് അത്രത്തോളം വിജിലന്റ് ആയിട്ട് നമുക്ക് അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ കീപ് ലേണിംഗ്. താങ്ക് യു.